ഹലോ വെൽക്കം ടു മെട്രോ മാറ്റ്നി. ബിഗ് ബോസ് സീസൺ 7 കളി കാര്യമായി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം. അപ്പോൾ വളരെ വലിയ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ ബിഗ് ബോസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്വിസ്റ്റുകളുടെ അയ്യരുകളിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സംശയിക്കാനില്ല. അത്രയും വലിയ വലിയ ടാസ്കുകളും ഗെയിമുകളും ഒക്കെ ആയിട്ട് പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുന്ന ട്വിസ്റ്റുകളാണ് ബിഗ് ബോസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ തുടക്കം മുതൽ തന്നെ മുൻ സീസണുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത്തവണത്തെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പലരും തമ്മിലുള്ള വഴക്കും കാര്യങ്ങളും. പക്ഷേ ചിലരുടെ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. നേരത്തെയുള്ള ബിഗ് ബോസ് ആയിരുന്നു നന്നായിരുന്നത്, ഇപ്പോൾ ഉള്ളത് മൊത്തം ഒരു ആർട്ടിഫിഷ്യൽ ഗെയിം തന്നെയാണ്, അല്ലെങ്കിൽ എല്ലാവരും ചിലരെല്ലാം അടങ്ങി ഒരു ഭാഗത്തിരിക്കുകയാണ്, ചിലരൊന്നും കളിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല തുടക്കത്തിൽ ഊർജ്ജസ്വലരായിരുന്നവരെല്ലാം ഇപ്പോൾ ഊർജ്ജം കുറഞ്ഞ ഒരു സൈഡിൽ മൂലക്കിലിരിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് രേണുസുധിന്റെ കാര്യമൊക്കെ പറയുവാണെങ്കിൽ ആ ഒരു തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ഗെയിം സ്ട്രാറ്റജി ഇപ്പോൾ ഇറക്കുന്നില്ല, ഒരു സൈഡിലേക്ക് ഒതുങ്ങിക്കൂടി ഇരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതും കൂടി പറയാനുണ്ട്. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് ഇപ്പോൾ വലിയ ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ നിറഞ്ഞു തന്നെയാണ് പോകുന്നത്. ഇത്തവണ എന്ന് പറയുമ്പോൾ തുടക്കം മുതൽ മുൻ സീസണുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ രീതിയിലാണ് ബിഗ് ബോസ് പോകുന്നതെന്ന് അറിയാലോ. അപ്പോൾ മത്സരാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് മുതൽ ആ ഒരു സൂക്ഷ്മത അണിയറ പ്രവർത്തകർ പുലർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അനുമോളുടെയും രേണുവിന്റെയും കാര്യം നമുക്കറിയാം, അവർക്കാണ് ഏറ്റവും കൂടുതൽ സാലറി നൽകിയിട്ട് നിർത്തിയിരിക്കുന്നത്. മാത്രമല്ല അതുകൊണ്ട് തന്നെ രണ്ടാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ മത്സരം വളരെ കടുപ്പത്തിലാവാനുള്ള ഒരു സാഹചര്യങ്ങളാണ് ഉള്ളത്. നിലവിൽ അതിന്റെ പ്രധാന കാരണം ബിഗ് ബോസ് ഇതിൻ്റെ വരുത്തിയിരിക്കുന്ന ചില ഒരു ചേഞ്ചസ് ആണ്. കഴിഞ്ഞ സീസണുകളിലെല്ലാം തന്നെ ആദ്യ ദിവസങ്ങൾ ബിഗ് ബോസ് വെച്ച് പുലർത്തിയിരുന്ന ഒരു രീതി ഉണ്ട്. ഇത്തവണ എല്ലാ മേഖലയിൽ നിന്നും ആളുകൾ ഉണ്ടായിരുന്നു. അതാണ് ഇതിലെ വല്ലാത്തൊരു ചേഞ്ച് എന്ന് പറയുന്നത്. ബിഗ് ബോസിന്റെ ഇത്തവണ ഒരു ചേഞ്ച് ആയിരുന്നു അത്. ബിഗ് ബോസിൽ ആദ്യ ദിനം കയറിയവരിൽ വീക്കെൻഡ് എവിക്ഷനിലൂടെ മുൻഷി രഞ്ജിത്ത് മാത്രമാണ് പുറത്തു പോയിരുന്നത്. ആദ്യ ആഴ്ചയിൽ തന്നെയുള്ള എവിക്ഷനിൽ അപ്രതീക്ഷിതമായിരുന്നു ഒരു മുൻഷിയുടെ പുറത്താക്കൽ എന്ന് പറയുന്നത്. കാരണം ഒട്ടും നമ്മൾ വിചാരിച്ച പേരുകളൊന്നും ആയിരുന്നില്ല പോയത്. അപ്പോൾ മുൻഷി രഞ്ജിത്തിന്റെ ആ ഒരു അപ്രതീക്ഷിത എവിക്ഷൻ സത്യം പറഞ്ഞ പ്രേക്ഷകരെ ഞെട്ടിപ്പിച്ചിരുന്നു. പിന്നെ അങ്ങോട്ട് ബിഗ് ബോസ് അംഗക്കളമാവുന്ന കാഴ്ചയാണ് മലയാളികൾ കണ്ടത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകളും അത്ഭുതങ്ങളും ഒക്കെയാണ് ബിഗ് ബോസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനിടയിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ വേറെയും വന്നു. അതിലൊന്നായിരുന്നു മിഡ് വീക്ക് എവിക്ഷനിലൂടെ 2 പേരെ താൽക്കാലികമായി അജ്ഞാതവാസത്തിന് അയക്കുമെന്ന ആ ഒരു റിപ്പോർട്ട് വന്നത്. അതിനായി ബിഗ് ബോസ് തന്നെ 6 പേരുടെ പേരുകൾ അന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല അവർക്ക് വ്യത്യസ്തത അനുഭവപ്പെടാനായിട്ട് പ്രത്യേകത ഉള്ള കണ്ണടയും ധരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇവർക്ക് വേണ്ടി വിവിധ തരം ടാസ്കുകളും കൂടി ബിഗ് ബോസ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ എല്ലാ ടാസ്കുകളും മത്സരാർത്ഥിക്ക് വേണ്ടി മറ്റുള്ളവരാണ് ചെയ്തിരിക്കുന്നത്. അതായത് നോമിനേഷനിൽ വന്ന മത്സരാർത്ഥി കളത്തിലിരുന്ന് കളി കാണുക മാത്രമാണ് ചെയ്യുക. മറുവശത്ത് മത്സരാർത്ഥിക്ക് വേണ്ടി ടീം അംഗങ്ങൾ വേണം കളിക്കാൻ. അങ്ങനെ അവസാന ടാസ്കിന് മുൻപ് വരെ പോയിന്റ് പട്ടികയിൽ കോമണർ അനീഷ് വളരെ പിന്നിലായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം പല ടാസ്കുകളിലും അനീഷിന് ടീമിന് നീതി ലഭിച്ചില്ലെന്ന ആരോപണം പ്രേക്ഷകർ തന്നെ വലിയ രീതിയിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. വലിയ ഒരു വിമർശനമാണ് ഇതിനെതിരെ ഉന്നയിക്കുന്നത്. ഒടുവിൽ ആദ്യ ടാസ്കുകളിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ അനീഷ് അജ്ഞാതവാസത്തിന് ഏറെക്കുറെ തയ്യാറെടുക്കുന്ന നേരത്തായിരുന്നു നിർണായകമായ അവസാന ടാസ്ക് ബിഗ് ബോസ് കൊണ്ടുവന്നത്. അത് ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. അങ്ങനെ ഈ ഒരു സംഭവത്തിൽ, അതായത് ഈ ഒരു ബിഗ് ബോസിൽ അനീഷ് ഔട്ടാവും എന്നുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അനീഷും രേണുസുധിയാണ് പറയുന്നത്. അനീഷിന് തീരെ ഒരു പിന്തുണ ഇല്ല. അതുപോലെ തന്നെ അനീഷിന് വളരെ കുറവാണ്, പോയിന്റ് കുറവാണ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ രേണുസുധി ആ തുടക്കത്തിലുണ്ടായിരുന്ന ഒന്നും ഇപ്പോൾ ഒരു ഗെയിം സ്ട്രാറ്റജി ഒന്നുമില്ല, ഒരു ഒതുങ്ങിക്കൂടുന്നു. പിന്നെ ആരോഗ്യപരമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് രേണുസുധി പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഉറപ്പായിട്ടും അനീഷും രേണുസുധിയും ഒക്കെ അവസാനം എത്തിയാൽ തൽക്കാലം ഇവർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുമെന്നായിരുന്നു സഹ മത്സരാർത്ഥികൾ കരുതിയിരുന്നത്. എന്നാൽ എല്ലാ പ്രവചനങ്ങളും കാറ്റിൽ പറത്തിയാണ് സംഭവങ്ങളെല്ലാം മാറി മറിഞ്ഞത്. ഇവർ രണ്ടുപേരും പുറത്താവുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകർ പറയുന്നത്. ആ 2 പേർ രേണുസുധിയും നമ്മുടെ അനീഷും ആയിരിക്കുന്നത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഈ ഒരു സംഭവങ്ങൾ എല്ലാ പ്രവചനങ്ങളും കാറ്റി പറത്തിയിരിക്കുകയാണെന്ന് പറയാം. ആദ്യ ടാസ്കുകളിൽ തനിക്ക് വേണ്ടി കളിച്ചവരുടെ എല്ലാം കുറവ് നികത്തിക്കൊണ്ട് അനീഷ് വലിയ മാറ്റങ്ങളാണ്, മുന്നേറ്റമാണ് പ്രകടിപ്പിച്ചത്.
ഇതോടെ അജ്ഞാതവാസത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവർ അനീഷ് ഇല്ലാതെയായി എന്നാണ് ചിലർ പറയുന്നത്. ചിലർ പറയുന്നുണ്ട് അനീഷ് തന്നെയാണ് ഉള്ളതെന്ന്. പകരം ഒനിയൽ സാബുവും ഷാരിക കെബിയുമാണ് മിഡ് വീക്ക് എവിക്ഷനിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. രേണുവും അനീഷും ഒക്കെ പുറത്താവുമെന്ന് കരുതിയ സ്ഥാനത്താണ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അവസാന നിമിഷം ഉണ്ടായിരിക്കുന്നതെന്നാണ് ബിഗ് ബോസ് മല്ലു ടോക്സിലൂടെ നമ്മുടെ രേവതി പറഞ്ഞത്. മറ്റൊരു പ്രധാന കാര്യം പ്രേക്ഷകർ ലൈവിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മിഡ് വീക്ക് ടാസ്ക് വേളയിൽ തൊട്ടു മുൻപ് ഒനിയൻ സേഫായി കളിക്കാൻ നോക്കിയിരുന്നു എന്നതാണ്. മാത്രമല്ല ആ റൗണ്ടിൽ അനീഷിന്റെ ടീമിനോട് കാട്ടിയത് നീതികേടായിരുന്നുവെന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് അനീഷ് കരുത്ത് കാട്ടി മുന്നേറുന്നത്. പക്ഷേ അനീഷിന്റെ പേര് ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നുണ്ട്. രേണുസുതി വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അനീഷിന്റെ പേര് ഇപ്പോഴും വരുന്നുണ്ട്. അതുപോലെ തന്നെ അനീഷിനൊപ്പം തന്നെ നമ്മുടെ ഷാരികയുടെ പേരും വലിയ രീതിയിൽ ചർച്ച തന്നെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ രേണുസുതി, അക്ബർ എന്നിവർ കൊമ്പ് കോർക്കലും അനീഷിന്റെ ഒറ്റയാൾ പട്ടാള ലൈനും ഒക്കെ പ്രേക്ഷകർ നിരീക്ഷിച്ചു വരികയാണ് ഇപ്പോൾ. എന്തായാലും രേണുസുതി, അനീഷ്, ഒനിയൽ, പിന്നെ ഷാരിക തുടങ്ങിയവരാണ് ഈ ഒരു എവിക്ഷൻ ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഈ ഒരു അതുമായി ബന്ധപ്പെട്ട ടാസ്കുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഇവരുടെ ഗെയിമുകളും ഒക്കെ ആളുകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പല ടാസ്കുകളിലും നേരിട്ട് മത്സരിക്കാൻ ഇവർക്ക് കഴിയാത്തത് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അനീഷും ഷാരികയും മിഡ് വീക്ക് എവിഷനിൽ പുറത്തു പോകുമോ എന്ന ചോദ്യമാണ് നമ്മുടെ രേവതി ഉന്നയിച്ചത്. അവിടെ ചതിയല്ലേ നടന്നതെന്നാണ് രേവതി ചോദിക്കുന്നത്. അനുമോളും ഗിസേലും തമ്മിൽ വീണ്ടും വഴക്കായതൊക്കെ കണ്ടു. പിന്നെ അനുമോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ വീണ്ടും മിഡ് വീക്ക് എവിക്ഷൻ ടാസ്ക് വരികയും ചെയ്തതിന് പിന്നാലെ വീക്കിലി ടാസ്ക് അല്ല കളിയരങ്ങ് എന്നാണ് ടാസ്കിന്റെ പേരുണ്ടായിരുന്നത്. ഇതിലും സഹായികളായാണ് പെർഫോം ചെയ്യേണ്ടത്. പക്ഷേ അവസാനത്തെ ടാസ്ക് മത്സരാർത്ഥി തന്നെയാണ് കളിക്കേണ്ടത്. അപ്പൊ അത് കുഴപ്പമില്ല, വലിയ സന്തോഷമുള്ള കാര്യമൊക്കെയാണ്. പക്ഷെ എത്ര തവണ മറ്റുള്ളവരുടെ പോയിന്റ് നേടും? അങ്ങനെ വേണ്ടല്ലോ. അവിടുന്ന് ഔട്ടാവുമ്പോൾ സ്വന്തമായി കളിച്ച് ഔട്ടാവേണ്ടതല്ലേ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ കളിയരങ്ങ് എന്ന ടാസ്ക് കലാവിരുന്നാണ്. ആട്ടവും പാട്ടും ഒക്കെ ചെയ്യാം. സഹായികളാണ് ഇത് നടത്തേണ്ടത്. എന്തും ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആകെ 6 മിനിറ്റാണ് ആലോചിക്കാനായി കിട്ടുന്നത്. അനീഷിന് വേണ്ടി ശൈത്യയും നൂറയുമാണ് കളിക്കുന്നത്. കസ്തൂരി എന്നുള്ള പാട്ടാണ് അവർ കളിച്ചിരുന്നത്. അനുമോളും അക്ബറും നന്നായി പെർഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ടാസ്കിൽ. അപ്പോൾ രേണുവിന്റെ ടീമാണ് പിന്നെ വന്നത്. ഷാനവാസും നെവിനും വന്നു. അവർ നല്ല രീതിയിൽ ചെയ്തു. പിന്നെയാണ് അനീഷിന്റെ ടീം വന്നത്. അവർ വിചാരിച്ചതിലും നന്നായി തന്നെ പെർഫോം ചെയ്യുകയും ചെയ്തു. പിന്നെ ഒനിയലിന്റെ ടീമും മോശമല്ലാത്തൊരു പെർഫോം തന്നെയാണ് കാഴ്ചവെച്ചത്. പിന്നെ ഷാരികയുടെ ടീം അഭിയാണ് കളിച്ചത്. നേരത്തെ ചെയ്ത ഐറ്റം തന്നെ ആയിരുന്നില്ല. പിന്നെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ടീം എന്ന് പറയുന്നത് ഒന്ന് ശരത്തിന്റെ, അനീഷിന്റെ ടീം, പിന്നെ ഷാനവാസ്, അങ്ങനെയുള്ളവരൊക്കെയാണ്. പിന്നെ 6 പേരും കൂടി തീരുമാനിക്കാനാണ് പറഞ്ഞത്. ഇവിടെ കളിച്ചത് ഒനിയലാണ്. അനീഷ് ദേഷ്യം വന്ന് മാറി നിൽക്കുകയും ചെയ്തു. പിന്നെ ഷാരികയുടെ ടീമിന് 1-ാം സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. 3-ാം സ്ഥാനം വന്നുവെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അനീഷ് ആ ഒരു കാര്യത്തിൽ സമ്മതിച്ചുമില്ല. അങ്ങനെ നിയമമൊന്നുമില്ലെന്നാണ് ശരത്ത് പറയുന്നത്. അതോടെ ബിഗ് ബോസ് പറഞ്ഞു ഷാരികയുടെ ടീം ഡിസ്ക്വാളിഫൈഡ് ആയെന്ന്. അതോടെ ഷാരിക അങ്ങ് അടങ്ങുകയും ചെയ്തു. നാണം കിട്ടും. പിന്നെ അനീഷിന് 1-ാമത് വരാതിരിക്കാൻ അവർ ഏറ്റവും കൂടുതൽ ഒരു ഗെയിം സ്ട്രാറ്റജി ഇറക്കിയിരുന്നു. എന്തായാലും അവിടെ ഒരു പൊളിറ്റിക്സ് നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അനീഷിന്റെ ഒരു ടീമിനെ അവർ 5-ാമതാക്കി. അതാണ് നേരത്തെ പറഞ്ഞത് അനീഷിനെ ഒന്ന് താഴ്ത്താൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ഗെയിമിന്റെ ഇടയിലുണ്ടായിരുന്ന ചില ഗെയിം നുറുക്ക് വിദ്യകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. മാത്രമല്ല അനീഷിനെ എങ്ങനെയെങ്കിലും ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അനീഷ് അല്ലെങ്കിലേ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് അനീഷിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അനീഷിനെ എങ്ങനെയെങ്കിലും പുറത്താക്കുക, അല്ലെങ്കിൽ അനീഷാണ് ശരിക്കും ഗെയിം വെറുപ്പിച്ചിട്ടാണെങ്കിൽ ഗെയിം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അനീഷാണ്. അപ്പൊ അനീഷിനെ എങ്ങനെയെങ്കിലും പുറത്താക്കാന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ ഈ എവിക്ഷൻ ലിസ്റ്റിൽ ഇവർ വന്നുകൊണ്ട് തന്നെ അതും ഒരു സംശയത്തിന് ഇടയാക്കിയിട്ട് തന്നെ ഉണ്ട്. അപ്പൊ നമുക്കത് എന്തായാലും കണ്ടു തന്നെ അറിയണം ആരാണ് 2 പേര് പോകുന്നതെന്ന്. രേണുസുതിയും അതുപോലെ അനീഷിന്റെ പേര് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. അപ്പൊ അവരിൽ ആര് പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. You're watching me and you're watching me on metromatney.com. On metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.